സംഭവം ഏകദേശം 80% ഓക്കെ ആയിട്ടുണ്ട്. ഇനി ചേട്ടൻ്റെ കയ്യിലല്ല. എനിക്കും തോന്നി. ഇനി ചേട്ടൻ ചേച്ചിയെ പ്രപ്പോസ് ചെയ്യണം. അതെ, പറയണം. എന്നാലും എനിക്കൊരു പേടിയേ. ഞങ്ങൾക്കിപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അത് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നൊരു പേടി. പറയുന്നൊന്ന് കേക്ക്. ഇനി ചേട്ടൻ ചേച്ചിയെ കാണുമ്പോൾ ഉറപ്പായിട്ടും പ്രപ്പോസ് ചെയ്യണം. ചെയ്യോ? സിമ്പിൾ. ചെയ്യാലേ? ചെയ്യണം. ഭയങ്കര ടെൻഷനിലാണല്ലോ. എന്തേലും പറയാനുണ്ടെങ്കിൽ ഒന്ന് വേഗം പറ. ഈ ചിക്കൻ റോസ്റ്റ് ഇഷ്ടമാണോ? ചിക്കൻ എനിക്ക് ഇഷ്ടം. ആണല്ലേ? നോൺ വെജ് എല്ലാം നന്നായിട്ട് കഴിക്കും. പക്ഷെ ഇപ്പൊ കുറച്ച് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. തടി കുറച്ച് കൂടുതലാ. ഇത് കറക്റ്റ് അല്ലേ? ആണോ? എനിക്കിങ്ങനെ ഇത്തിരി തടിയൊക്കെ ഉള്ളതാ ഇഷ്ടം. അതെ, ഞാൻ അത്യാവശ്യം ഈ എല്ലാ ഫുഡും കുക്ക് ചെയ്യും. എന്നാൽ ഈ കൂടുതൽ ഇഷ്ടം ഏത് വെറൈറ്റി ഫുഡാ? എനിക്ക് എല്ലാം ഇഷ്ടാ. ആണോ? ഫുഡ് ഇഷ്ടമില്ലാത്ത ആരാളേ? അതല്ല, അതെ ഈ ഫുഡിനോടൊക്കെ താല്പര്യമുള്ള, പിന്നെ എൻ്റെ ഒരു ടേസ്റ്റിനെ പറ്റിയൊരു പെൺകുട്ടീനെ ഞാനിങ്ങനെ തപ്പി നടക്കുമായിരുന്നു. ഇതാവുമ്പോൾ ഫുഡിനോടും താല്പര്യമുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരാമല്ലോ. നല്ലതല്ലേ? എന്താ ഇയാളുടെ ഉദ്ദേശം? ഉള്ള കാര്യം ഞാൻ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കല്യാണം കഴിച്ചോട്ടെ? എനിക്കിങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാ. അത് ഹലോ. പാളിയോ? ഞാൻ പറഞ്ഞത് ചെയ്തില്ലേ? ഞാൻ പറഞ്ഞല്ലേ വർക്കൗട്ട് ആവില്ല. പൊളിഞ്ഞോ? പൊളിഞ്ഞു. അതെ, ഇയാൾക്ക് ഇറ്റാലിയൻ ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ? ഞാൻ പഠിക്കാം. എന്നാ വേഗം പഠിച്ചോ. എനിക്ക് ഈ ഇറ്റാലിയൻ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടാ. വർക്കൗട്ടായി. ഇനി എന്തെങ്കിലും വേണം? എല്ലാവർക്കും പോമഗ്രാനൈറ്റ് ജ്യൂസ് മതി. പിസ്താഷ്യോയ്ക്കും നല്ലതാണ്. പോമഗ്രാനൈറ്റ് കഴിക്കുക, അതാ ബ്ലഡിന് നല്ലത്. അങ്ങനെയൊക്കെ ഉണ്ടോ? അതെന്താ അർഫാനെ നീ ജാസ്മിൻ പറഞ്ഞപ്പോ ഓർഡർ മാറ്റിയേ? ബ്ലഡിനല്ലേ? അതുകൊണ്ടാ. ലവ് ഒക്കെ എങ്ങനെ പോകുന്നേട്ടാ? ലവ് കുഴപ്പമില്ല. സത്യം പറഞ്ഞ ഇപ്പഴാ എനിക്ക് കുറച്ച് ഫ്രീഡം കിട്ടിയത്. ഇപ്പൊ ഒരു മനസ്സമാധാനം ഉണ്ട് എനിക്കും. എന്നാലും ഞങ്ങളെപ്പോ കാണുമ്പോഴും ആദ്യേച്ചിക്ക് അച്ഛമ്മളുടെ കാര്യം പറയാൻ മാത്രമേ സമയം. അല്ലെങ്കിലും എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ. പക്ഷെ ആദ്യേച്ചി എനിക്ക് ഫ്രീഡം തന്നില്ല. അതല്ലേ പ്രോബ്ലം. അതിപ്പോ നമ്മൾ സോൾവ് ചെയ്തല്ലോ. പക്ഷെ ഫുൾ ഫ്രീഡം കിട്ടണമെങ്കിൽ ആദ്യേച്ചി ചേട്ടൻ വേഗം കിട്ടിയേ പറ്റും. അത് നമ്മളെല്ലാവരോടും സഹകരിച്ച വേഗം നടത്താം. ചേട്ടാ, കല്യാണത്തിന് സദ്യ വേണ്ട കേട്ടോ, ബിരിയാണി മതി. അതാ നല്ലത്. എടാ, നീ ഇങ്ങനെയുള്ള ഫുഡെല്ലാം കഴിച്ചിട്ട് അവസാനം വല്ല കൊളസ്ട്രോളും വരുത്തി വെക്കും. അങ്ങനെയാണെങ്കിൽ സദ്യ മതി. നിനക്ക് ബിരിയാണിയെ മനസ്സിലായി. താങ്ക് യു. കുറെ നാളിന് ശേഷം അക്ഷരയ്ക്ക് ഒരു പ്ലസന്റ് ശരി. കുറച്ച് ഫ്രീഡം കിട്ടിയതിന്റെ സന്തോഷം. എനിക്കും. ഒറിഗാനോ, റോസ്മേരി. അമ്മയ്ക്ക് സാധനം മനസ്സിലായ? എന്താടാ? ഇതാണ് ഒറിഗാനോ. ഒറിഗാമിയോ? ഒറിഗാമി അല്ല, ഒറിഗാനോ. ഓ, കറിവേപ്പിലേക്ക് വേറെ ഇടുന്നായിരിക്കും അല്ലേ? ബെസ്റ്റ്.
എൻ്റെ അമ്മ ഇത് ഇറ്റാലിയൻ ഫുഡ് ഇടുന്ന സാധനമാണ്. ഞാൻ വല്ല ഹെൽപ്പ് ചെയ്യണോ? വേണ്ട വേണ്ട, അവിടെ ഇരുന്നാ മതി. എൻ്റെ അമ്മ എന്തൊക്കെയാ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത്? ഞാൻ ഉണ്ടാക്കി തരുന്നത് നിങ്ങൾ കഴിക്കി. ശരിയാ, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന വായി വെച്ച് തിന്നാൻ കൊള്ളുമായിരുന്നു. ദേ, ഞാൻ ആവശ്യത്തിന് ഇവിടെ ഇരുന്ന് ഇളക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് ഇനി കൂടുതൽ ഇളക്കി തരണ്ട. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ മൂഡിൽ ചെയ്യണ പരിപാടിയാണ്. ആ മൂഡ് പോയി. എടാ അതെ, നമ്മുടെ റോഷനില്ലേ, നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. ഒന്ന് ഒച്ചത്തി പറ. അത് ശരിയാണല്ലോ. എടാ ചില കാര്യം പറയുമ്പോഴേ അമ്മയ്ക്ക് ശബ്ദം ഒന്നും വെളിയിലോട്ട് വരത്തില്ല. പരദോഷം പറഞ്ഞ് പഠിച്ചോണ്ടാ. അത് വിടാ, റോഷനില്ലേ, അവള് പട്ടാ പകല് ദേ മുട്ടിന്റെ അത്രയും പോലും ഇറക്കില്ലാത്ത നിക്കറിട്ടോണ്ട് വഴി കൂടെ നടക്കുന്നടാ. നിക്കറല്ല, ഷോർട്സ്. അത് ഇട്ടോണ്ട്. എൻ്റെ അമ്മേ, ഞാൻ എങ്ങനെ പെണ്ണെ കെട്ടി വീട്ടിലോട്ട് വരും? നമ്മൾ കുറച്ച് ലിബറലായിട്ടൊക്കെ ചിന്തിക്കണം. പെണ്ണുങ്ങൾക്ക് ഈ നാട്ടിൽ സ്വാതന്ത്ര്യം വേണ്ടേ? അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം അവർ ഇട്ടേന്നേ. നമുക്ക് പ്രശ്നമൊന്നുമല്ലോ. അവിടെ പോയിരുന്നേ. പേടിക്കല്ലേ ഗ്രീഷു, ഞാനില്ലേ, നേരെ നോക്കി ഓടിക്കും. ഒരു കുഴപ്പമില്ല. ഗ്രീഷു, ദേ ബാഗ്, ഈ ജീൻസ്, ആ ഗ്ലാസ് അവിടെ ഇരിക്കട്ടെ. ചേട്ടനോ? ഞാനേ ബൈക്ക് ഓടിക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞിരുന്നേ, അപ്പൊ തന്നെ സാധിച്ചു തന്നെ എനിക്ക്. ഇതെന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാ, സുലേജു. ഓ, ഇരി. നിങ്ങൾ ഈ വണ്ടി ഓടിച്ച് പഠിച്ചു വന്നതേ കവലേക്കുടിയാ? അതെ. അപ്പോൾ അവിടെ ആരെങ്കിലൊക്കെ നിക്കണ്ടായോ? അവിടെ ആരാണ്ടൊക്കെ ഉണ്ടായിരുന്നു ചേട്ടാ, ഞാൻ ശ്രദ്ധിച്ചൊന്നുമില്ല. എന്ത് പറ്റി ചേട്ടാ? ഒന്നുമില്ല ചേട്ടാ, സുലേജുനെ എനിക്ക് ഇഷ്ടാ. സുലേജുനാണെങ്കിൽ എന്നെ ഭയങ്കര ഇഷ്ടാ. അപ്പൊ ഞങ്ങള് രണ്ടുപേരും കല്യാണം കഴിക്കാൻ അങ്ങ് തീരുമാനിച്ചു. അല്ലേ? അപ്പൊ ചേട്ടന്റെ അടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ആളൊന്ന് പരിചയപ്പെടുത്താറാന്ന് വിചാരിച്ച് കൊണ്ടുവന്നേ. ഓ, അമ്മയ്ക്ക് അറിയാം. നല്ല വിനിയുള്ള പയ്യനാടാ. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എന്റെ കാര്യമില്ല. അല്ല, കല്യാണം എന്നൊക്കെ പറയുമ്പോ നമുക്ക് ആലോചിക്കാം അല്ലേ? എന്താലോചിക്കാൻ? ഞങ്ങൾ രണ്ടാളും തമ്മിൽ ഇഷ്ടത്തില്ല. അല്ല, കല്യാണം അവനവന്റെ പേഴ്സണൽ ഫ്രീഡം ആണ്. എന്നാലും അല്ലേ? എന്നാ പിന്നെ ചായ എടുക്കട്ടെ. എന്തിനു വേണോ? വേണ്ട. ആ, എടാ, നിനക്കെന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞില്ലേ? ചേട്ടാ, ഇവൻ എന്തോ തിരക്കുണ്ടെന്ന്. നീ എന്നാ വിട്ടോ. പോട്ടെ അമ്മേ. ശരി മോനെ, പതുക്കെ എന്നാ ഇറങ്ങണേ. വിട്ടോ. ഓക്കെ. അമ്മയുടെ അനുഗ്രഹം ഞാൻ നേരത്തെ മേടിച്ചായിരുന്നല്ലേ? അതെ. ഗ്രീഷു, അമ്മേ. അമ്മ കഴിക്കാൻ എന്തെങ്കിലും എടുക്കും, നല്ല വിശപ്പ്. ആ മതി. ആഹാ, കൊള്ളാലോ വീഡിയോ. പരിപാടി വർക്കൗട്ട് ആയിട്ടുണ്ട് കേട്ടാ. അതെ, നിന്റെ ഈ രീതികളൊന്നും ശരിയല്ല. എന്ത്? ഒരു പയ്യനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരിക, എന്നിട്ട് അമ്മയുടെയും ചേട്ടൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ കെട്ടാൻ പോണ പയ്യനാന്ന് പറയുക. പോരാണ്ട് അവനെ ബൈക്കിൽ കയറ്റി വെച്ച് നാട്ടുകാരുടെ മുമ്പിൽ കൂടി മുഴുവൻ കറങ്ങി. ഇനി നാളെ എന്തൊക്കെ അപവാദം പറഞ്ഞുണ്ടാക്കും? ചേട്ടന് വല്ല അസുഖമുണ്ടോ? ഞാൻ ആരും കൂടെ ഒളിച്ചോടി പോയെന്നില്ലല്ലോ. എന്റെ ഒരു ഇഷ്ടം ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ വന്ന് പറഞ്ഞു. അതിനെന്തോ? അത്രയല്ലേ ഉള്ളൂ. അല്ല, എന്നാലും അങ്ങനെയല്ലല്ലോ. ചേട്ടൻ എന്തൊക്കെയാ ഈ പറയണേ? ചേട്ടൻ സാമാന്യ ബോധമുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ? ഒന്നുമില്ലേ, നിങ്ങക്ക് ഇത്രയും പ്രായമായില്ലേ? പിന്നല്ലാതെ ആണും ഇച്ചിരി ലിബറലൊക്കെ ആവും. ഞാൻ ലിബറലും പ്രാക്ടിക്കലൊക്കെ തന്നെയാ. എന്നാലും സ്വന്തം പെങ്ങളുടെ കാര്യം വരുമ്പോ നമ്മളവന്റെ ചുറ്റുപാടൊക്കെ അന്വേഷിച്ചിട്ടല്ലേ പ്രൊസീഡ് ചെയ്യുള്ളൂ. സുലേജു സൂപ്പറാ. സുലേജു നല്ല പേര്. എന്നാലും ചെറുക്കൻ നന്നായാ മതി, വേറെ പ്രശ്നമൊന്നും എനിക്കില്ല. ആരെങ്കിലും അളിയന്റെ പേര് വെച്ച സുലേജു, ഇതൊക്കെ എങ്ങനെ പറയും? മൈ ഹാർട്ട്. ദേ, ഏതോ ഒരു മൈ ഹാർട്ട് വിളിക്കുന്നുണ്ട്. അമ്മ നോക്ക്, മൈ ഹാർട്ട്. ഓ, അപ്പൊ നിങ്ങക്ക് എന്തോ ആവാ അല്ലേ? എനിക്കാണല്ലോ ഒന്നും പറ്റാത്ത. പിന്നല്ലാതെ. ഹലോ.